ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. നാരായണം നമസ്കൃത്യം നരശ്ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം 16 ഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ യുധിഷ്ഠിര മഹാരാജാവ് അർജുനനെ ദ്വാരകയിലേക്ക് അയക്കുന്നു. 7 മാസം കഴിഞ്ഞിട്ടും അർജുനനെ കാണുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആ വിഷമം ഭീമസേനനോട് പങ്കുവയ്ക്കുന്നു. പ്രകൃതിയിലും മനുഷ്യരിലും ജീവജാലങ്ങളിലും ഉണ്ടായ മാറ്റങ്ങളും ദുർനിമിത്തങ്ങളും ഒക്കെ കണ്ടിട്ട് ആകെ വ്യാകുലതയോടെ ഭീമസേനനോട് ആ വിഷയങ്ങളൊക്കെ വിവരിക്കുകയായിരുന്നു. അപ്പോഴാണ് വളരെ തേജസ്സറ്റവനെ പോലെ, വിഷാദത്തോടുകൂടി തകർന്നവനെ പോലെ, മനസ്സ് നഷ്ടപ്പെട്ടവനെ പോലെ അർജുനൻ 7 മാസങ്ങൾക്ക് ശേഷം കടന്നു വരികയാണ് ഹസ്തിനപുരിയിലേക്ക്. ശ്രീകൃഷ്ണൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ യാദവ വംശം, പാണ്ഡവരുടെ അമ്മയുടെ വംശമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ചെന്ന് ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടു തിരക്കി വിവരങ്ങൾ അറിയാൻ പോയ അർജുനൻ ഇത്രയും വൈകി വന്നു കഴിഞ്ഞപ്പോൾ അർജുനനോട്, എന്താണ് അർജുന നിന്റെ ഈ വിഷാദത്തിന്, നിന്റെ ഈ തളർച്ചയ്ക്ക് കാരണം എന്ന് പല കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവസാനം ചോദിക്കുന്നു, ഭഗവാൻ എന്തേ, ഭഗവാൻ നമ്മെ വിട്ടു പോയോ? അതാണോ നിനക്ക് ഇത്രയും ഈ വിഷാദം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിന്റെ ഈ ദുഃഖത്തിന് കാരണം എന്ന് ചോദിച്ച് നിർത്തുന്നിടത്താണ് നമ്മൾ 15 ഭാഗം അവസാനിപ്പിച്ചത്. നമുക്ക് വീണ്ടും ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. യുധിഷ്ഠിരൻ പലവിധ ആശങ്കകളോടെ ചോദിച്ച ഓരോ ചോദ്യവും അർജുനന്റെ മർമ്മങ്ങളെ പിളർക്കുന്നതായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്തു കഴിഞ്ഞതിനാൽ തകർന്ന ഹൃദയത്തോടെയാണ് അർജുനൻ ദ്വാരകയിൽ നിന്നും മടങ്ങി വന്നിരുന്നത്. ദുഃഖത്തിന്റെ തീവ്രതയാൽ മുഖം വാടിയവനും ശോഭ നഷ്ടപ്പെട്ടവനുമായ അർജുനന് ജ്യേഷ്ഠന്റെ ചോദ്യങ്ങൾക്കൊന്നും കുറെ നേരത്തേക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. വളരെ വിഷമിച്ച് ദുഃഖത്തെ അടക്കാൻ ശ്രമിക്കുകയാണ് അർജുനൻ. ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് തൻ്റെ എല്ലാമായിരുന്ന ശ്രീകൃഷ്ണൻ തന്നെ വിട്ടുപിരിഞ്ഞ ദുഃഖം കൊണ്ട്, ആ ദുഃഖം ഭഗവാന് തന്നോടുണ്ടായിരുന്ന ആ വാത്സല്യം, അതിൽ പാരവശ്യം കൊണ്ട് അർജുനൻ ശരിക്കും തളർന്നു പോയിരുന്നു. അങ്ങനെ ഭഗവാൻ എന്താണ് തൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം, ജീവിതത്തിൻ്റെ കരുതൽ, മനസ്സിൻ്റെ സ്വസ്ഥത, ഇതൊക്കെയായിരുന്നു അർജുനന് ഭഗവാൻ. ആ ഭഗവാൻ തന്നെ വിട്ടു പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാന് തന്നോടുണ്ടായിരുന്ന ആ വാത്സല്യത്തെ സ്മരിച്ചുകൊണ്ട്, ആ പാരവശ്യം കൊണ്ട് അർജുനൻ ആകെ ശരിക്കും തളർന്നുപോയി. ഭഗവാന്റെ ആ സ്നേഹം, സൗഖ്യം, മൈത്രി, സൗഹൃദം എന്നിവയെല്ലാം, ഭാരത യുദ്ധത്തിൽ തൻ്റെ തേരാളിയായി തീർന്ന ആ മഹാമനസ്കത, ഇതൊക്കെ ഓർക്കും തോറും നിയന്ത്രിക്കാൻ കഴിയാത്ത കണ്ണുനീരോടും ഗദ്ഗത കണ്ഠത്തോടും കൂടി അർജുനൻ ജ്യേഷ്ഠനോട് പറയുകയാണ്, മഹാരാജാവേ, ഞാൻ തികച്ചും വഞ്ചിതനായി. സംസാര വാസനകളെ നശിപ്പിക്കുന്ന ഹരിയായ ഭഗവാനെ എൻ്റെ ബന്ധുവായി കണ്ടതുകൊണ്ട്, അതായത് അമ്മാവൻ്റെ മകനായും ഭാര്യയുടെ ജ്യേഷ്ഠനായും മാത്രം കണ്ടതിനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. ദേവന്മാരെ പോലും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു എൻ്റെ തേജസ്. അർജുനൻ പറയുകയാണ്, ദേവന്മാർ പോലും അസൂയപ്പെടുമായിരുന്നു എൻ്റെ തേജസ്സിന്. കാരണം അത് എൻ്റെ കഴിവല്ല. എൻ്റെ ഭഗവാൻ എന്നോടൊപ്പം നിന്ന്, ആ ഹരിയായ ഭഗവാൻ എൻ്റെ ബന്ധുവായും എൻ്റെ അമ്മാവൻ്റെ മകനായും എൻ്റെ ഭാര്യയുടെ സഹോദരനായും ഒക്കെ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ആളായി, എൻ്റെ സുഹൃത്തായി, അവസാനം എൻ്റെ തേരാളിയായി, എൻ്റെ മാർഗദർശിയായി, മന്ത്രിയെ പോലെ എനിക്ക് പല കാര്യങ്ങളും ഉപദേശിച്ചു തന്നു. എൻ്റെ സുഹൃത്തിനെ പോലെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമായി. ഇതൊക്കെ കൊണ്ടാണ് ഭഗവാൻ എനിക്ക് ഇത്രയും തേജസ് തന്നത്. ഇവിടെ നാം ഓർക്കേണ്ട കാര്യമുണ്ട്.
ഭക്തരായിട്ടുള്ള വ്യക്തികളോട്, സത്സംഗങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളോട് സംഗമിക്കുന്ന, അവരോട് സഖ്യം പ്രാപിക്കുന്ന വ്യക്തികളും സ്വാഭാവികമായും തേജസ്സുറ്റവരായി തീരും. അപ്പോൾ ഭഗവാനോട് സംഘം ചെയ്യുന്ന വ്യക്തികളുടെ തേജസ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എപ്പോഴും ഭഗവത് സേവയിലിരിക്കുന്ന വ്യക്തികളുടെ മുഖത്തെ പ്രഭാവം, അവരുടെ കണ്ണുകളിലെ തേജസ്, അവരുടെ മനസ്സിന്റെ ഉന്മേഷത, ഇതൊക്കെ ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ തൻ്റെ അംശങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സത്തുക്കളോടും സത്സംഗത്തോടും ഭഗവാനോടും ചേർന്നിരുന്നാൽ നമുക്കും കർമ്മനിരതനായ അർജുനനെ പോലെ തേജസ്സുറ്റവരായി മാറാൻ കഴിയും. ഭഗവാൻ എപ്പോഴൊക്കെയാണ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്, നമ്മളപ്പോൾ വെറും തേജസ്സില്ലാത്തവരായി മാറുന്നു. ഭഗവാൻ അന്തർധാനം ചെയ്തതോടെ എൻ്റെ തേജസ് മുഴുവനും നഷ്ടപ്പെട്ടു. അർജുനൻ വിഷമിക്കുകയാണ്. ഞാൻ സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരനായി മാറിയിരിക്കുന്നു. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കഴിവുകളോ തേജസ്സോ ആത്മശക്തിയോ ഒന്നുമില്ല. ഞാനൊരു വെറും സാധാരണക്കാരിൽ സാധാരണ മനുഷ്യനായി മാറി. ജീവൻ വേർപെട്ട ശരീരമെന്ന പോലെ കൃഷ്ണൻ ഉപേക്ഷിച്ചു പോയ ഈ ലോകം കാണാൻ കൊള്ളരുതാത്തതായി തീർന്നിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തെ നമുക്ക് കാണാൻ ഒരുപാട് നേരം സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. ആ ശരീരത്തെ പോലെ കൃഷ്ണൻ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട ഈ ഭൂമിയെ, ഈ ലോകത്തെ കാണാൻ ഒട്ടും കൊള്ളരുതാത്തതായി തീർന്നിരിക്കുന്നു. പാഞ്ചാലി സ്വയംവരത്തിൽ മഹാരഥന്മാരായ എത്രയെത്ര രാജാക്കന്മാരാണ് പങ്കെടുത്തത്. അവരെ എല്ലാം നിഷ്പ്രഭരാക്കി മഹത്തായ ആ വില്ലു കുലയ്ക്കുവാനും ലക്ഷ്യം ഭേദിക്കുവാനും പാഞ്ചാലിയെ വരിക്കുവാനും എനിക്ക് കഴിഞ്ഞത് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹ വിശേഷത്താലാണ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് നന്ദിയുള്ളവരാകേണ്ടത്, സ്മരണയുള്ളവരാകേണ്ടത്. അല്ലാതെ എൻ്റെ കഴിവുകൊണ്ട്, വില്ലാളി വീരനായ എൻ്റെ കഴിവുകൊണ്ട്, പാണ്ഡവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ എൻ്റെ കഴിവുകൊണ്ട്, ദ്രോണാചാര്യരുടെ പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ട് എനിക്ക് കിട്ടിയ കഴിവ്, ഇതുകൊണ്ട് ഞാൻ അനേകം ശ്രേഷ്ഠരായ രാജാക്കന്മാരെ തോൽപ്പിച്ച് ഞാൻ പാഞ്ചാലിയെ സ്വയംവരം ചെയ്തു എന്നാണ് അവിടെ അർജുനൻ പറയുന്നത്. അല്ല, ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് അത്രയും വീരശൂര പരാക്രമികളായിരുന്ന രാജാക്കന്മാർ നിന്നിരുന്ന സഭയിൽ നിന്നും എനിക്ക് വില്ലുകുലച്ച് പാഞ്ചാലിയെ സ്വന്തമാക്കാൻ സാധിച്ചു. എനിക്ക് കഴിഞ്ഞത് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹ വിശേഷം കൊണ്ടാണെന്നാണ് ഇവിടെ അർജുനൻ സ്മരിക്കുന്നത് നന്ദിയോടുകൂടി. അതെന്റെ സാമർഥ്യം കൊണ്ടാണെന്ന് ഞാൻ അന്ന് വിചാരിച്ചു. അതിനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. കണ്ടോ, ഇവിടെയാണ് നാം പ്രത്യേകം ഓരോ കാര്യവും ഓർക്കേണ്ടത്. എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് നമ്മൾ അതാത് സമയങ്ങളിൽ ഓർക്കുമ്പോൾ നാം വഞ്ചിക്കപ്പെടുകയാണെന്ന് അർജുനൻ പറയുന്നതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ ഭഗവാൻ ഭൂമിയിലില്ല അർജുനൻ ഈ പറയുന്ന അവസരത്തിൽ. അപ്പോൾ അർജുനൻ ഒരു സാധാരണ വ്യക്തിയെക്കാളും ദുർബല മനസ്സോടുകൂടി തേജസ്സില്ലാത്തവനായി മാറിയപ്പോൾ അർജുനന് മനസ്സിലായി, ഇതെല്ലാം എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഞാൻ നേടിയെടുത്ത സർവ്വതും. ഞാൻ വില്ലാളി വീരനായതും യുദ്ധത്തിൽ വിജയിച്ചതും പാഞ്ചാലിയെ സ്വന്തമാക്കിയതും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നേടിത്തന്നത് എൻ്റെ ഭഗവാന്റെ അദമ്യമായ സാമീപ്യം കൊണ്ടായിരുന്നല്ലോ എന്ന് അർജുനൻ ഇവിടെ സ്മരിക്കുകയാണ്. അന്ന് ഞാൻ എൻ്റെ ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും നേടി എന്ന് വിചാരിച്ചതൊക്കെ ഞാൻ വഞ്ചിക്കപ്പെടുകയാണ് അവിടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന് അങ്ങനെ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഭഗവാനാണ് എന്നെ സഹായിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അർജുനൻ പറയുകയാണ്. ഭഗവാന്റെ സാന്നിധ്യ പ്രഭാവം കൊണ്ടാണ് എനിക്ക് ഇന്ദ്രനെയും ദേവന്മാരെയും ജയിക്കാൻ സാധിച്ചത്. ഖാണ്ഡവവനം അഗ്നിക്ക് ദഹിപ്പിക്കാൻ കൊടുത്തതും എല്ലാം അഗ്നിദേവൻ സന്തോഷിച്ച് എനിക്ക് ഗാന്ധീവം എന്ന വില്ല്, അമ്പൊടുങ്ങാത്ത ആവനാഴി, ഇത് ആർക്കും മുറിക്കാൻ കഴിയാത്ത കവചം, ശ്രേഷ്ഠമായ തേര്, അതിനെ വലിക്കുവാനുള്ള കുതിരകൾ, ഇവയെല്ലാം എനിക്ക് തന്നത് അഗ്നിദേവൻ സന്തോഷം കൊണ്ട് തന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഭഗവാൻ എന്നിൽ നിന്ന് പോയപ്പോൾ ഞാൻ ഒന്നുമല്ല, ആരുമല്ല, ഒരു ശക്തിയും ഇല്ലാത്തവനായി മാറിയപ്പോൾ എൻ്റെ ശക്തിയെല്ലാം ഭഗവാനായിരുന്നല്ലോ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ മനസ്സെന്നെ വഞ്ചിച്ചല്ലോ ദൈവമേ എന്ന് അർജുനൻ ഇവിടെ വിഷമിക്കുകയാണ്. ഖാണ്ഡവദാഹത്തിൽ നിന്നും
അസുരശില്പിയായ മയനെ മോചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് സന്തോഷിച്ച മയൻ അങ്ങയ്ക്ക് ശ്രേഷ്ഠമായ ഒരു സഭ നിർമ്മിച്ചു തന്നില്ലേ? ആ സഭയിൽ വെച്ചല്ലേ രാജസൂയത്തിൽ രാജാക്കന്മാരെല്ലാം അങ്ങയ്ക്ക് കപ്പം തന്നത്? യുധിഷ്ഠിരനോട് അർജുനൻ ചോദിക്കുകയാണ്. അസുരശില്പിയായ മയൻ ഖാണ്ഡവദാഹത്തിൽ സന്തോഷിച്ച മയൻ ഖാണ്ഡവദാഹ സമയത്ത് മയനെ മോചിപ്പിച്ചത് കാരണം ആ ശ്രേഷ്ഠമായ ഒരു സഭ മയൻ, ആ ദേവശില്പിയായ മയൻ നമുക്ക് അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നില്ലേ? അതുകൊണ്ടല്ലേ ആ സഭയിൽ രാജസൂയ യാഗത്തിൽ എല്ലാ രാജാക്കന്മാരും അങ്ങയ്ക്ക് കപ്പം തന്നത്, ടാക്സ് തന്നത്. ഇവയെല്ലാം സാധിച്ചെടുത്തത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അത് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ജ്യേഷ്ഠനും അങ്ങയുടെ അനുജനും 16,000 ആനകളുടെ ശക്തിയുള്ളവനുമായ ഭീമസേനന് ജരാസന്ധനെ ദ്വന്ദ്വയുദ്ധത്തിൽ കൊല്ലാൻ കഴിഞ്ഞു. ജരാസന്ധൻ തടവുകാരാക്കിയിരുന്ന 20,800 രാജാക്കന്മാരെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു. ആ രാജാക്കന്മാരെല്ലാം രാജസൂയത്തിൽ അങ്ങയ്ക്ക് കപ്പം തന്നു, അവരെ മോചിപ്പിച്ചത് കാരണം. ഇത് ഭീമസേനൻ ചെയ്തെങ്കിലും ഭീമസേനനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഭഗവാനായിരുന്നു, ഭഗവാന്റെ ശക്തിയായിരുന്നു. ഇതെല്ലാം സാധിച്ചത് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അപാരമായ കാരുണ്യം കൊണ്ടായിരുന്നല്ലോ. അത് അന്നൊന്നും എനിക്കറിയാൻ കഴിഞ്ഞില്ലല്ലോ. എത്രയോ കഷ്ടമായി പോയി. ഭഗവാൻ എന്നിൽ നിന്ന് പോയപ്പോഴായിരുന്നു ഞാൻ വെറും സീറോയായി പോയ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതുവരെയും ഹീറോയായതും നമ്മുടെ ഈ വംശം ഇതുപോലെ സാമർഥ്യം കാണിച്ച് നിലനിന്നതും നമ്മൾ പാണ്ഡവർ എന്ന് പറയുന്നവർ എന്നേക്കും ഹീറോകളായി മാറിയത് ഭഗവാൻ ഉള്ളത് കൊണ്ടായിരുന്നല്ലോ എന്ന് ഭഗവാൻ ഇല്ലാതെ വന്നപ്പോഴാണ് അർജുനൻ തിരിച്ചറിയുന്നത്. രാജസൂയ യാഗത്തിലെ മഹാ അഭിഷേകത്താൽ പവിത്രമായി തീർന്ന പാഞ്ചാലിയുടെ തലമുടി, അതിനെയാണ് ദുശാസനൻ ചുറ്റിപ്പിടിച്ച് പാഞ്ചാലിയെ വലിച്ചഴിച്ച് സഭയിൽ കൊണ്ടുവന്നത്. ആ പവിത്രമായ ആ പാഞ്ചാലിയെ അങ്ങനെ സഭയിലേക്ക് കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്ത് പരസ്യമായി അപമാനിക്കാൻ ശ്രമിക്കുന്നു. പാഞ്ചാലിയുടെ ദേഹത്ത് വസ്ത്രങ്ങൾ അവസാനിക്കാത്തവയാക്കി തീർത്തത് ഭഗവാൻ പാഞ്ചാലിയെയും നമ്മളെയും മരണത്തെക്കാൾ വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? മാനഹാനിയാണ്, അപമാനമാണ് മരണത്തെക്കാൾ വലിയ പാപം, അല്ലെങ്കിൽ വലിയ മോശമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അതിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. പാഞ്ചാലിയുടെ തലമുടി പിടിച്ചു വലിച്ചിഴയ്ക്കുന്ന കാഴ്ച ഭീമസേനന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത്യുഗ്രമായ ഒരു ശപഥം ചെയ്തു. പാഞ്ചാലിയെ അപമാനിച്ച നീചരിൽ നീചനായ ഈ ദുശാസനന്റെ മാറിടം കുത്തിപ്പിളർന്ന് അതിൽ നിന്ന് തിളച്ചു പൊങ്ങുന്ന ആ ചോര കുടിച്ച് അവന്റെ ചോരയിൽ കുതിർന്ന കൈകൾ കൊണ്ട് ഞാൻ നിന്റെ തലമുടി കെട്ടാൻ പോകുന്നുള്ളൂ എന്ന് ഭീമസേനൻ ശപഥം ചെയ്യുകയാണ്. അതുവരെ നീ തലമുടി കെട്ടേണ്ട എന്ന് ഭീമസേനൻ പാഞ്ചാലിയോട് പറഞ്ഞു. അന്നു മുതൽ പാഞ്ചാലി അഴിച്ചിട്ട മുടിയോടെയാണ് ജീവിച്ചത്. നമ്മൾ കാട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം ഭഗവാൻ നമ്മളെ കാണാൻ വനത്തിൽ വന്നിരുന്നു. അന്ന് പാഞ്ചാലി അഴിച്ചിട്ട മുടിയോടെ ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരോടെ ശ്രീകൃഷ്ണന്റെ കാൽക്കൽ നമസ്കരിച്ചു. തനിക്കിങ്ങനെ ദുർഗതി വന്നില്ലേ എന്നായിരുന്നു പാഞ്ചാലിയുടെ ആ ഭാവം. അത് മനസ്സിലാക്കി അന്ന് ഉജ്ജ്വലിച്ചതായ ആ ഭഗവാന്റെ കോപം, ആ പാഞ്ചാലിയുടെ ആ വിഷമം കണ്ട് ഇത് പിന്നീട് കെട്ടാനേ സാധിച്ചില്ല. ആ അഴിച്ചിട്ട മുടിയോടെ ഭഗവാന്റെ മുന്നിൽ വന്ന് പാദനമസ്കാരം ചെയ്ത പാഞ്ചാലിയുടെ ദുഃഖം കണ്ട് ഭഗവാന്റെ ഉള്ളിൽ ഉജ്ജ്വലിച്ചു വന്ന ആ കോപം അടങ്ങിയത് ദുശാസനനും സഹോദരന്മാരും മരിച്ച് അവരുടെ പത്നിമാർ പാഞ്ചാലിയെ പോലെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോഴാണ്. നമ്മുടെ ധർമ്മപത്നിയെ അപമാനിച്ചവരുടെ വംശവിച്ഛേദം വരുത്തിക്കൊണ്ടാണ് ഭഗവാൻ അതിന് പ്രതികാരം വീട്ടിയത്. അപ്പോൾ പാണ്ഡവരോടുള്ള കാരുണ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭഗവാന്റെ കൃഷ്ണന്റെ ആ കാരുണ്യവും ഭക്തവാത്സല്യവും എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ.
അതിനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു, എൻ്റെ മനസ്സെന്നെ വഞ്ചിച്ചു എന്ന് അർജുനൻ പറയുകയാണ്. അതാത് സമയങ്ങളിൽ ഭഗവാൻ തരുന്ന അനുഗ്രഹത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട്, അല്ല ഇത് ഭഗവാൻ തന്ന അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഭഗവാനെ തള്ളിപ്പറയുന്നു. എത്ര നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ നന്മ കൊണ്ട് നേടിയതാണ് എന്ന് നമ്മൾ പറഞ്ഞേ കൊണ്ടിരിക്കും എപ്പോഴും അഹംബോധത്തിൽ. എപ്പോഴാണ് പിന്നെ നമുക്ക് ഈ ബോധം നഷ്ടപ്പെടുന്നത്? നമ്മളിൽ നിന്നും ഈ ആത്മബോധം എന്നേക്കും നഷ്ടപ്പെട്ട് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണല്ലോ, ഒരു ജീവശവമാണല്ലോ ഞാൻ എന്ന രീതിയിൽ മരണാസന്നമായി കിടക്കുമ്പോൾ, ശരീരത്തിന് കെൽപ്പില്ലാതെ കിടക്കുമ്പോൾ മനസ്സിലാകും എന്നെ നടത്തിയത് ശരീരമല്ലായിരുന്നല്ലോ, എന്നെ നടത്തിയത് ഭഗവാന്റെ ചൈതന്യമായിരുന്ന ആത്മബോധമായിരുന്നല്ലോ. ആ ആത്മബോധം ഉള്ളത് കൊണ്ടായിരുന്നല്ലോ ഞാൻ ഈ കണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്തത്. അത് എന്നിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. ഇനി ഞാൻ അടുത്ത നിമിഷം മരിക്കാൻ പോവുകയാണ്. ഈ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന പ്രാണവായു മാത്രം വളരെ തുച്ഛമായ രീതിയിൽ ഓടുന്ന ഈ ശരീരം കൊണ്ട് എനിക്ക് ഒരു കർമ്മവും ചെയ്യാൻ കഴിയില്ല. എന്ത് കർമ്മം ചെയ്യാൻ കഴിയും? ചെയ്ത കർമ്മങ്ങളെ ഓർത്ത് വിലപിക്കാൻ, പശ്ചാത്തപിക്കാൻ, ഭഗവാനോട് കേണപേക്ഷിക്കാൻ മാത്രമേ ഈ അവസാന മുഹൂർത്തത്തിൽ എനിക്ക് കഴിയുന്നുള്ളൂ. എനിക്ക് എന്നെ ഇതുവരെയും ആക്കി നിർത്തിയത് ഭഗവാൻ തന്ന ആ ആത്മചൈതന്യമാണ്. ആ ചൈതന്യം പടിയിറങ്ങിപ്പോയി. പിന്നിനി എനിക്ക് എന്ത് ശക്തിയാണുള്ളത്? ഭഗവാനില്ലാതെ ഈ ശരീരം കൊണ്ട് ഒരു ശക്തിക്കും ഒന്നും കഴിയില്ല. പ്രാണൻ മാത്രമുള്ള ശരീരത്തെ എന്ത് ചെയ്യാൻ കഴിയും? ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാം പ്രാണൻ മാത്രമായ, ജീവൻ മാത്രമായ ശരീരമാണ്. ആത്മചൈതന്യമാകുന്ന ബോധസ്വരൂപനായ ഭഗവാൻ നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഒരു ബെഡിൽ കിടന്ന്, ഒരു ഹോസ്പിറ്റലിലെ ബെഡിലോ വീട്ടിലെ ബെഡിലോ കിടന്നോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നുമില്ല. അടുത്ത നിമിഷം നമ്മൾ മരണമാണ് ആഗ്രഹിക്കുന്നത്. പൊങ്ങാൻ വയ്യാത്ത ശരീരം, കർമ്മം ചെയ്യാൻ കഴിയാത്ത ശരീരം, ദുഃഖത്തോടു കൂടിയിരിക്കുന്ന മനസ്സ്, എല്ലാ നന്മയും എല്ലാ തേജസ്സും നഷ്ടപ്പെട്ട ഒരു ശരീരവും മുഖവും. നമുക്ക് പിന്നെ അഭയം എന്ന് പറയുന്നത് ഈ ശരീരം ഉടനെ നഷ്ടപ്പെടുക എന്നുള്ള അവസ്ഥ മാത്രമാണ്. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. ആ ഒരു ബോധം വരുന്നത് മരണത്തോടടുക്കുമ്പോഴാണ്. മരിക്കുമ്പോഴാണ് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും ആരായിരുന്നു നമ്മളെന്നും ഒക്കെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത്. അത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ജീവൻ മുക്തരാകുന്നത്. നമ്മൾ ഭഗവാനോട് നന്ദിയുള്ളവരായി മാറുന്നത്. ഭഗവാൻ എന്നിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ മഹാ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ധാരാളം കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോണം, ഇത് നമ്മുടെ കഴിവല്ല, നമുക്ക് ഇത്രയൊന്നും എനർജി ഇല്ല. നമ്മൾ ചെയ്ത കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച്, നല്ല കാര്യങ്ങളായാലും മോശ കാര്യങ്ങളായാലും ഒന്ന് പിന്തിരിഞ്ഞ് ആലോചിച്ച് നോക്കിയാൽ ഞാനായിരുന്നു ഇതൊക്കെ ചെയ്തത്, എൻ്റെ ഈ കെൽപ്പില്ലാത്ത ശരീരം കൊണ്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് നമ്മൾ എത്ര പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടാവും. എത്രയും തീരാത്ത വേദനകൾ തന്നിട്ട് നമ്മൾ അതിനെ തരണം ചെയ്തില്ലേ? അപ്പൊ നമുക്ക് തോന്നില്ലേ, അയ്യോ ഇത്രയും വലിയ സങ്കട കടലൊക്കെ ഞാൻ എങ്ങനെ കടന്ന്, എന്നിട്ട് എനിക്ക് വല്ല രോഗങ്ങളൊന്നും പിടിപെടാതിരുന്നത് തന്നെ എന്തൊരു കാര്യം. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആലോചിക്കൂ. ഭഗവാൻ ഇതിലിരുന്ന ആത്മസ്വരൂപനായ ഭഗവാൻ നമുക്ക് ശക്തി തന്നത് കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ എന്നേ തകർന്നടിഞ്ഞു പോയേനെ. നിരന്തരം കർമ്മം ചെയ്യുന്ന ശരീരവും, ദുഃഖം താങ്ങാൻ വയ്യാതെ വിലപിക്കുന്ന പല ഘട്ടങ്ങളും, ജീവിതത്തിൽ പ്രതിസന്ധി വന്ന് മുന്നോട്ടൊരടി വെക്കാൻ വയ്യാതെ മരണം മാത്രമാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ. അവിടെയൊക്കെ കൈപിടിച്ച് ഉയർത്തിയത് ആരാണ്? നമ്മുടെ ഭഗവാൻ അല്ലാതെ പിന്നെ വേറെ ആരാണ്? ഈ ശരീരത്തിൽ നിന്ന് ഭഗവാൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നത്. അർജുനനും ഭഗവാൻ പോയി കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ വെറും ഒരു പാഴ് ജന്മമായിരുന്നല്ലോ, എന്നെ ഈ പാഴ്ജന്മത്തിനെ ഇതുവരെയും നടത്തിയത് എൻ്റെ ഭഗവാനായിരുന്നല്ലോ, എൻ്റെ മനസ്സ് ഇതൊന്നും എന്നെ മനസ്സിലാക്കി തരാതെ മായാപ്രപഞ്ചത്തിലിട്ട് എൻ്റെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഇതെല്ലാം നേടിയത്, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെല്ലാം നേടിയെടുത്തത് എന്ന് ഞാൻ വെറുതെ എൻ്റെ മനസ്സിനെ വഞ്ചിച്ചല്ലോ, ഞാൻ വഞ്ചിതനായിരിക്കുന്നല്ലോ എന്നാണ് അർജുനൻ ഇവിടെ വിലപിക്കുന്നത്. വനവാസകാലത്ത് നമുക്ക് സൂര്യദേവന്റെ പ്രസാദം കൊണ്ട് കിട്ടിയ അക്ഷയപാത്രം, പാഞ്ചാലിയുടെ ഊണ് കഴിയുന്നത് വരെ ആ പാത്രത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും ദിവസേന ആഹാരം ഉണ്ടാകുമെന്നുള്ള വിവരം ദുര്യോധനൻ കേട്ടു. ഒരു ദിവസം ഹസ്തിനപുരത്തിലെത്തിയ ദുർവാസാവു മഹർഷിയെ ദുര്യോധനൻ വളരെ പണിപ്പെട്ട് ശുശ്രൂഷിച്ച് സന്തോഷിപ്പിച്ചു. എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ മഹർഷി ദുര്യോധനോട് പറഞ്ഞു.
ഒരു ദിവസം പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞ ശേഷം 10,000 ശിഷ്യന്മാരോടൊന്നിച്ച് വനത്തിൽ ചെന്ന് പാണ്ഡവരുടെ ആതിഥ്യം സ്വീകരിക്കണമെന്ന വരമാണ് ദുര്യോധനൻ ആവശ്യപ്പെട്ടത്. ദുർവാസാവ് മഹർഷി ശിവന്റെ രൗദ്രഭാവത്തിൽ നിന്നുണ്ടായ ഒരു മഹർഷിയാണ്. അതുകൊണ്ടാണ് ദുർവാസാവ് എന്ന പേര് തന്നെ കിട്ടിയേ. അദ്ദേഹത്തിനെ ഒന്ന് സന്തോഷിപ്പിക്കാനോ അദ്ദേഹത്തിൽ നിന്നൊരു വരം കിട്ടുകയോ ചെയ്യണമെങ്കിൽ വളരെ പണിപ്പെടണം. എപ്പോഴും ശപിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മഹർഷിയാണത്. അപ്പോൾ ആ ദുര്യോധനൻ മഹർഷിയെ പ്രീതിപ്പെടുത്തി എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്ത് അതിൽ സന്തുഷ്ടനായ മഹർഷി പറയുന്നു, നിനക്ക് ആവശ്യമുള്ള വരം ചോദിക്കൂ ദുര്യോധന്. എത്രയെത്ര നല്ല വരങ്ങളിരുന്നു ദുര്യോധനന് ചോദിക്കാൻ. തൻ്റെയും തൻ്റെ പരമ്പരകളുടെയും അല്ലെ തൻ്റെ സഹോദരന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി ചോദിക്കേണ്ട ആ വരം പറഞ്ഞു. പാഞ്ചാലി ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ 10,000 ശിഷ്യന്മാരോടൊന്നിച്ച് അങ്ങ് വനത്തിൽ ചെന്നിട്ട് പാണ്ഡവരുടെ ആതിഥ്യം സ്വീകരിക്കണമെന്ന്. ആ പാണ്ഡവരുടെ ആതിഥ്യം സ്വീകരിക്കുവാൻ വേണ്ടി പാഞ്ചാലി ഭക്ഷണം കഴിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം ചെല്ലണം. അപ്പോൾ ആ പാണ്ഡവരെ ശല്യം ചെയ്ത് അവർക്ക് ശാപം കിട്ടണം. ഇത്രയും ശിഷ്യന്മാരുമായി ചെല്ലുമ്പോൾ ഒരിക്കലും അവിടെ ഭക്ഷണം ഉണ്ടാവില്ല. പാഞ്ചാലിയും ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലേ മഹർഷിയും ആ 10,000 ശിഷ്യന്മാരും കൂടെ ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന വിധത്തിൽ അവരുടെ വയറ് നിറയ്ക്കാൻ കഴിയാതെ മഹർഷിയും തൻ്റെ ശിഷ്യന്മാരുമൊക്കെ ആക്ഷേപിക്കപ്പെടുമ്പോൾ മഹർഷി ഒന്നാമത് ഭയങ്കര കോപാകാന്തനായ ഒരു മഹർഷിയാണ് ദുർവാസാവ്. അദ്ദേഹം അവരെ മുച്ചൂടും ശപിച്ച് നശിപ്പിക്കും. അതിനു വേണ്ടിയാണ് ഈ ദുരാത്മാവായ ഈ ദുര്യോധനൻ അനുഗ്രഹത്തിന് വേണ്ടി ചോദിച്ച വരം, അവരുടെ ആ പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വരം. പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞാൽ പിന്നെ അക്ഷയപാത്രത്തിൽ അന്നേ ദിവസം യാതൊന്നും ഉണ്ടാവില്ല. അതിനാൽ ദുർവാസാവിനെയും ശിഷ്യന്മാരെയും നമുക്ക് സൽക്കരിക്കാൻ കഴിയില്ല എന്ന് അർജുനൻ പറയുകയാണ്. ഇവിടെ ഓർക്കുകയാണ്, ക്ഷിപ്രകോപിയായ മഹർഷി നമ്മളെ ശപിച്ച് ഭസ്മമാക്കി കളയും. അതോടെ പാണ്ഡവരുടെ ശല്യം ഇല്ലാതായി തീരും. ഇങ്ങനെയൊക്കെയായിരുന്നു ദുര്യോധനന്റെ കണക്കുകൂട്ടലുകൾ. ആ കാപട്യം മനസ്സിലാക്കാതെ ദുര്യോധനന്റെ അപേക്ഷ ദുർവാസാവ് അംഗീകരിച്ചു. ദുര്യോധനൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, പാണ്ഡവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് തന്നിലൂടെ നേടുന്നത് എന്ന് മനസ്സിലാക്കാതെ ആ വരം അനുവദിച്ച് കൊടുത്തു ദുര്യോധനന് ദുർവാസാവ്. അതിനുശേഷം ദുർവാസാവ് ആ വരം സാഫല്യമാക്കാൻ വേണ്ടിയിട്ട് ആ കാപട്യം മനസ്സിലാക്കാതെ പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞ വിവരം ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിഞ്ഞ മഹർഷി 10,000 ശിഷ്യന്മാരോടൊന്നിച്ച് വനത്തിൽ നമ്മളെ കാണാനൊന്ന് വന്നില്ലേ. പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞ വിവരം അറിയാതെ അങ്ങ് മഹർഷിയെയും ശിഷ്യന്മാരെയും ആഹാരത്തിന് ക്ഷണിച്ചു. സന്തോഷസമേതം ക്ഷണം സ്വീകരിച്ച് മഹർഷി കുളിക്കുവാൻ ശിഷ്യന്മാരോടൊന്നിച്ച് ഗംഗയിലേക്ക് പോയി. ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും ഉടൻ കുളിച്ചു വരുമെന്നും അവർക്ക് ആഹാരം കൊടുക്കണമെന്നും അങ്ങ് പാഞ്ചാലിയോട് പറഞ്ഞു. അത് കേട്ട പാഞ്ചാലി ശരിക്കും തളർന്നുപോയി. മഹർഷിയും ശിഷ്യന്മാരും ഇപ്പോൾ വരും, അവരെ സൽക്കരിക്കുവാൻ ഒരു നിവർത്തിയുമില്ല. മഹർഷി നമ്മളെയെല്ലാം ശപിച്ച് ഭസ്മമാക്കി തീർക്കും. നിരാശ വിവശയായ പാഞ്ചാലി പർണശാലയുടെ പിൻഭാഗത്ത് ചെന്ന് ആപൽ ബാന്ധവനായ കൃഷ്ണനെ ഉള്ളിൽ തട്ടിൽ വിളിച്ചു. ഭഗവാൻ അതിവേഗത്തിൽ ഓടി വന്ന് അക്ഷയപാത്രത്തിന്റെ അകത്തുണ്ടായിരുന്ന പറ്റിപ്പിടിച്ചിരുന്ന ഒരു ചീരയിലെ കഷ്ണം അല്പം വെള്ളത്തോടെ സേവിച്ചു. അതോടെ ഗംഗയിൽ സ്നാനം ചെയ്തിരുന്ന ദുർവാസാവ് മഹർഷിക്കും ശിഷ്യന്മാർക്കും സുഖമായി ആഹാരം കഴിച്ച തൃപ്തിയുണ്ടായി. അവർ നമ്മളോട് യാത്ര ചോദിക്കുക പോലും ചെയ്യാതെ അതിവേഗത്തിൽ പോവുകയും ചെയ്തു. അങ്ങനെ ദുർവാസാവ് മഹർഷിയുടെ ശാപമാകുന്ന അത്യാപത്തിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിച്ചില്ലേ. അപ്പോഴും അത് ഭഗവത് കാരുണ്യമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ജ്യേഷ്ഠ എന്ന് അർജുനൻ ഇവിടെ വീണ്ടും വിലപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാഞ്ചാലി ഹൃദയത്തിൽ തട്ടി മനസ്സുരുകി, എൻ്റെ ഹൃദയനാഥനായ ഭഗവാനെ ഈ ആപൽ ഘട്ടത്തിൽ എന്നെ രക്ഷിക്കൂ എന്നുപോലും പറയണ്ട, ഭഗവാനെ എന്ന് വിളിച്ചാൽ മതി, അവിടെ ഓടിയെത്തും ആപൽ ബാന്ധവനായ ഭഗവാൻ. അതാണ് ആ വസ്ത്രാക്ഷേപ സമയത്തും ഈ അക്ഷയപാത്രത്തിൽ നിന്നും പാഞ്ചാലി ആഹാരം കഴിച്ച ശേഷം ദുർവാസാവിന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ആരോടാണ് പറയണ്ടേ? വീരശൂര പരാക്രമികളായ തന്റെ ഭർത്താക്കന്മാർ ഉണ്ടവിടെ. അവർക്ക് കഴിയുമോ ദുർവാസാവിനെ സന്തോഷിപ്പിക്കുവാനും 10,000 ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാനും? ഇല്ല.
അപ്പോൾ മനുഷ്യനൊരു പരിധിയുണ്ട് അവന്റെ ശരീരം കൊണ്ടുള്ള കഴിവിന്. ഇതിനുപരിയല്ലേ ഭഗവാന്റെ ശക്തി. ഭഗവാൻ ഒരു ചീരയിലയുടെ തുമ്പ് ഭക്ഷണത്തിൽ ആ പാത്രത്തിൽ ഭഗവാൻ പ്രാർത്ഥിച്ച നേരം തന്നെ ദുർവാസാവും ശിഷ്യര് സ്നാനത്തിന് ഗംഗയിൽ പോയ സമയം തന്നെ ഭഗവാൻ ആ പർണശാലയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ചെയ്തിട്ട് അക്ഷയപാത്രം ഇനി എടുക്കൂ പാഞ്ചാലി എന്ന് പറയും. അപ്പോൾ പറയും, ഭഗവാനെ അതിലൊന്നുമില്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, കഴുകി വെച്ചിരിക്കുന്നു, എങ്കിലും ഇനി എടുത്തോണ്ട് വന്നാട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അരികിൽ എവിടെയോ പിടിച്ചിരുന്ന എവിടെയോ ഒന്നും കാണില്ല, ഭഗവാൻ സൃഷ്ടിച്ചതായിരിക്കും ആ ഒരു ചീരയിലെ കഷ്ണം. അത് വെള്ളവും ചേർത്ത് ഭഗവാൻ കഴിച്ചപ്പോൾ സ്നാനം കഴിഞ്ഞ് വന്നവരുടെ വയറ് നിറഞ്ഞ് സുഖമായ ഭക്ഷണം, മൃഷ്ടാന്ന ഭക്ഷണം കഴിച്ച മാതിരി അവരുടെ വയറ് നിറഞ്ഞു. ഇനിയും എന്ത് ആതിഥ്യം സ്വീകരിക്കാനാണ് തങ്ങൾ പാണ്ഡവരെ കാണാൻ പോകുന്നത് എന്നോർത്ത് ഇനി അവര് തരുന്ന ഭക്ഷണവും ആതിഥ്യവും എങ്ങനെ സ്വീകരിക്കും എന്ന് കരുതി ദുർവാസാവ് ഇവരോട് യാത്ര പോലും പറയാതെ ഈ ശിഷ്യന്മാരും ഒന്നിച്ച് തിരികെ പോയി. അപ്പോൾ ഭഗവാൻ അവിടെ അത്ഭുത ലീലകളല്ലേ കാണിച്ചത്. അത് ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ആ ശാപത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ എത്രയെത്ര കുതന്ത്രങ്ങൾ നമുക്കെതിരെ വന്നാലും, എത്രയെത്ര ശാപഗ്രസ്തമായ അവസ്ഥകൾ നമുക്കെതിരെ വന്നാലും, ഭഗവാൻ നമ്മോടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയസ്ഥനാണെങ്കിൽ, നാം ഒന്ന് മനസ്സുരിയാൽ മതി, ഭഗവാൻ അവിടെ ഓടിയെത്തും. ഇതാണ് ദ്രൗപദിയുടെ പ്രാർത്ഥനയിലൂടെയും. അത് മനസ്സിലാക്കി ഈ അവസാന നിമിഷം ഭഗവാൻ അവിടെ ഭൂമിയിൽ നിന്ന് പോലും അന്തർദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ അർജുനനിൽ നിന്ന് നഷ്ടപ്പെട്ട തേജസ് ഓർത്ത് അർജുനൻ വിലപിക്കുന്നു. അർജുനൻ മഹാ തേജസ്വിയും വീരശൂര പരാക്രമിയും എല്ലാവരാലും സർവസമ്മതനുമായിരുന്ന അർജുനനെ താങ്ങി നിർത്തിയിരുന്നത് ഭഗവാനാണെന്നുള്ള മഹാസത്യം അപ്പോൾ മാത്രമാണ് അർജുനൻ മനസ്സിലാക്കുന്നത്. ഞാൻ പാശുപതാസ്ത്രത്തിനു വേണ്ടി പരമശിവനെ തപസ്സു ചെയ്തിരുന്ന കാലം എന്റെ ശക്തിയെ പരീക്ഷിക്കുവാനായി ഭഗവാൻ പാർവതി ദേവിയോടൊരുമിച്ച് കാട്ടാള രൂപത്തിൽ വന്ന് എന്നോട് യുദ്ധം ചെയ്തു. അർജുനൻ വീണ്ടും യുധിഷ്ഠിരനോട് പറയുകയാണ്, പാശുപത അസ്ത്രത്തിനു വേണ്ടി പരമശിവനെ തപസ് ചെയ്തിരുന്ന കാലം പരീക്ഷിക്കുവാനായി പരമശിവൻ പാർവതി ദേവിയോട് ഒരുമിച്ച് കാട്ടാള രൂപത്തിൽ എൻ്റെ അടുക്ക വരുന്നു. യുദ്ധത്തിലെ എൻ്റെ പരാക്രമം കണ്ട് സന്തോഷിച്ച് എനിക്ക് പാശുപതാസ്ത്രം തന്ന് അനുഗ്രഹിച്ചു. ദേവന്മാരെല്ലാം അവരവരുടെ ദിവ്യാസ്ത്രങ്ങൾ എനിക്ക് തന്നു. ദേവന്മാർ എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശത്രുക്കളായ നിവാത കവച കാലകേയന്മാരെ കൊന്ന് അവരെ രക്ഷിക്കണമെന്ന് ഇന്ദ്രനും ദേവന്മാരും എന്നോട് അപേക്ഷിച്ചു. ആർക്കും ജയിക്കാൻ കഴിയാത്തവരായ ആ അസുരന്മാരെ മുഴുവൻ സംഹരിച്ച് അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് എനിക്ക് രക്ഷിക്കുവാൻ കഴിഞ്ഞു. ഇതെല്ലാം മനുഷ്യനായ എനിക്ക് സാധിച്ചത് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താലാണ്. ഞാൻ അന്നൊന്നും ആ കാരുണ്യം ഓർത്തതേയില്ല, അതിനെപ്പറ്റി സ്മരിക്കുക പോലും ചെയ്തില്ലല്ലോ. അതാണ് ഞാൻ ശരിക്കും വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഇങ്ങനെ അർജുനൻ തന്റെ വിലാപം തുടരുകയാണ്. അർജുനൻ ഭൂമിയിൽ ചെയ്ത ഓർമ്മയായ കാലം മുതൽ ഇന്നേ വരെ ചെയ്ത, ഭഗവാൻ കൂടെ ഉണ്ടായിരുന്ന സമയം വരെ ചെയ്ത കാര്യങ്ങൾ, ഓരോരോ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഓരോരോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തത് ഓരോന്നും ഇപ്പോഴാണ് സ്മരിക്കുന്നത്, നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പക്ഷെ ഭഗവാൻ കൂടെയുള്ള സമയത്ത് ഇതിങ്ങനെ ഓർത്തിരുന്നെങ്കിൽ, ഇത് ഭഗവാനായിരുന്നു എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു, ആ ഒരു ഓർമ്മയിലിരുന്നെങ്കിൽ അർജുനൻ എത്രയോ മുമുക്ഷുവായി പോയേനെ, ഭഗവാനോടൊപ്പം തന്നെ ശ്രേഷ്ഠത ഉണ്ടായേനെ. ഇതിനൊക്കെ ഉപരിയല്ലേ മഹാഭാരത യുദ്ധത്തിൽ തന്റെ ശത്രുക്കളായ അധർമ്മികളെ നിഗ്രഹിക്കുവാൻ കഴിയാതെ തളർന്ന് തേർത്തിട്ടിൽ എനിക്ക് വയ്യ കൃഷ്ണ, ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഞാൻ ഈ ഗാന്ധീവവും അമ്പുടുങ്ങാത്ത ആവനാഴിയുമൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ വനവാസത്തിന് പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ കൊന്നതിന് ശേഷം എനിക്ക് എന്തിന് രാജ്യം എന്നൊക്കെ ചോദിക്കുന്ന ആ അർജുനനോട് ഭഗവാൻ തന്റെ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. പ്രപഞ്ചത്തോളം വലുതായ ആ രൂപം, ഈ സർവ്വ അണ്ടകടാഹങ്ങളും നിലനിൽക്കുന്ന ഇത് ഭഗവാൻ ഞാൻ തന്നെയാണ്. നിന്റെ സാരഥിയായി നിൽക്കുന്ന, നിന്റെ സഹോദരനും സുഹൃത്തുമായി നിൽക്കുന്ന, ബന്ധുവായി നിൽക്കുന്ന ഞാൻ ഈ പ്രപഞ്ച സൃഷ്ടാവായ എന്റെ ഒരു ആത്മാംശം കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം, ഇതിനപ്പുറമാണ് അർജുന ഞാൻ എന്ന ആ വിശ്വരൂപ ദർശനം പോലും അർജുനന് കാട്ടിക്കൊടുക്കണമെങ്കിൽ അർജുനനെ എന്ത് സ്നേഹിച്ചിട്ടുണ്ടാകും ഭഗവാൻ.
ഇത്രയും സ്നേഹം ഒരു മനുഷ്യരൂപത്തിൽ ഭഗവാൻ വന്നപ്പോൾ ഭൂമിയിൽ മറ്റാരോടും കാണിച്ചിട്ടില്ല. ദ്രൗപദി എന്ന ആ ഭക്തയോടും അർജുനൻ എന്ന പരമഭക്തനോടും. അപ്പോൾ നരനാരായണന്മാരായിരുന്ന ആ മഹർഷീശ്വരന്മാരാണ് അർജുനനും ഭഗവാനുമായി വീണ്ടും അവതരിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ അർജുനൻ ആകുന്ന നാം ഓരോരുത്തരും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന കർമ്മങ്ങൾ ഓരോന്നും നാം ആലോചിക്കുക. ബാല്യം മുതൽ നാം ഈ വയസ്സുവരെ ഈ ഭൂമിയിൽ പലവിധ കർമ്മങ്ങൾ ചെയ്തു, പല റോളുകൾ നമ്മൾ ആടിത്തീർത്തു. ഇതിനെല്ലാം നമ്മളെ സഹായിച്ചതും സജ്ജമാക്കിയതും ഭഗവാന്റെ ആത്മചൈതന്യം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ടായിരുന്നു എന്ന മഹത്സത്യം മനസ്സിലാക്കിയാൽ നമ്മുടെ ഗർവം ശമിക്കും, അഹംബോധം ഇല്ലാതാകും. ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള വഴികൾ അപ്പോൾ തുറന്നു കിട്ടും. അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇങ്ങനെയുള്ള സത്ചിന്തകളോടെ ഭഗവാനോടുള്ള നന്ദിയോടുകൂടി ഏത് നന്മ കിട്ടിയാലും ഏത് തിന്മ കിട്ടിയാലും ഒരു ദുരിതം വന്നാൽ പോലും അതിനെ തരണം ചെയ്യുവാൻ ശക്തി തരുന്നത് ഭഗവാനാണ്. നന്മ കിട്ടിയാൽ ആ നന്മയ്ക്ക് കാരണവും ഭഗവാനാണ്. ഇതെല്ലാം ഭഗവാന്റെ പ്രസാദങ്ങളാണ് എന്ന ആ നന്ദിയോടെ സ്മരണയോടെ നാം ജീവിക്കാൻ പഠിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കണം എന്ന് പറയുന്നത് ഭഗവാനാണ് ഈ കർമ്മം എല്ലാം ചെയ്യിക്കുന്നത് എന്ന യഥാർത്ഥ ബോധം കൊണ്ട് തന്നെയാണ്. അത് ഓരോരുത്തരും ആ ബോധം ഉൾക്കൊള്ളണം. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.